ഡൽഹി ജമാ മസ്ജിദിലും സർവേ വേണമെന്ന് ഹിന്ദുസേന. ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും ക്ഷേത്രാവശിഷ്ടങ്ങൾ കൊണ്ടാണ് ജമാ മസ്ജിദിന്റെ പടികൾ നിർമ്മിച്ചത് എന്നാണ് ആരോപണം. യാഥാർത്ഥ്യം കണ്ടെത്താൻ ASIയുടെ നേതൃത്വത്തിൽ സർവേ വേണമെന്നാണ് ഹിന്ദുസേന ആവശ്യപ്പെടുന്നത്. നമസ്കാരം. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഒക്കെ ഏകദേശം കവറപ്പ് ചെയ്തതിനു ശേഷം ഇപ്പൊ കുത്തിത്തിരിപ്പുകാരുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഡൽഹിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹി ജമാ മസ്ജിദ്. ഈ ഡൽഹി ജമാ മസ്ജിദ് നമ്മുടെ രാജ്യത്തിലെ ലാർജസ്റ്റ് മോസ്കുകളിൽ ഒരെണ്ണമാണ്. ഡൽഹിയിലെ തന്നെ ഒരു ഐക്കോണിക് സൈറ്റ് ആണ്. കുറെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ ഉള്ള ഒരു മസ്ജിദാണ് ഈ ഡൽഹി ജമാ മസ്ജിദ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പണിയിപ്പിക്കുന്നത് ഷാജഹാനാണ്. ഷാജഹാന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ ഡൽഹി ജമാ മസ്ജിദ് പണിയുന്നത്. 1644നും 1656നും ഇടയിലാണ് ഇത് പണിയിപ്പിക്കുന്നത്. 1656 ഇതിന്റെ പണി പൂർത്തിയായി. പണി പൂർത്തിയായതിനു ശേഷം മുഗൾ രാജാക്കന്മാരുടെ ഒഫീഷ്യൽ മോസ്ക് ആയിട്ട് ഈ മോസ്ക് മാറുവാണ്. മുഗൾ രാജഭരണത്തിന്റെ അവസാന കാലഘട്ടം വരെ ഈ മോസ്ക് ആയിരുന്നു മുഗൾ എംപറേഴ്സിന്റെ ഒക്കെ തന്നെ ഒഫീഷ്യൽ മോസ്ക്. അതുകൊണ്ട് തന്നെ കുറെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഈ മോസ്കിനുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഹിന്ദുസേന എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഞാൻ ഇപ്പോഴാണ് അവരെ കുറിച്ച് കേൾക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു സംഘടനയാണ്. അപ്പൊ ഹിന്ദുസേനയുടെ നാഷണൽ പ്രസിഡന്റ് ആയിട്ടുള്ള വിഷ്ണു ഗുപ്ത ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഒരു കത്ത് അയക്കുകയാണ്. അപ്പൊ ഈ കത്തിൽ അയാൾ പറയുന്നത്, ഈ ഡൽഹി ജമാ മസ്ജിദ് ഷാജഹാൻ പണിയുന്നത് ഉദയ്പൂരിലും ജോധ്പൂരിലും ഒക്കെ ഔറംഗസേബ് ഒരുപാട് അമ്പലങ്ങൾ തകർത്തിരുന്നു. അപ്പൊ ഈ അമ്പലങ്ങളുടെ റെമനൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അത്ര ഈ ഒരു ജമാ മസ്ജിദ് പണിയുന്നത്. അതുകൂടാതെ തന്നെ ഈ പള്ളിയുടെ പടിക്കെട്ടിന്റെ അടിയിൽ ഒരുപാട് ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളൊക്കെ ആ പടിക്കെട്ടിന്റെ അടിയിൽ ഇട്ടിട്ടാണ് ഈ പടിക്കെട്ടൊക്കെ പണിഞ്ഞത്. അപ്പൊ അതൊക്കെ തോണ്ടി നോക്കിക്കഴിഞ്ഞാൽ ആ വിഗ്രഹങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കും, പ്രിസർവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ഹിന്ദുക്കളുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ കത്ത് അയച്ചേക്കുന്നത്. സർവേ നടത്തണം. എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെയാണെന്ന് നോക്കിക്കേ. ഈ മുഗൾ രാജാക്കന്മാരെയും കൊണ്ട് സത്യത്തിൽ മൊത്തത്തിൽ തോറ്റിരിക്കുകയാണ്. ഈ മുഗൾ രാജാക്കന്മാർ പൊതുവെ അത്യാവശ്യം വെൽത്തി ആയിട്ടുള്ള രാജാക്കന്മാരായിരുന്നു. അവർക്ക് ഒരുപാട് സ്വത്തും സമ്പാദ്യവും ഒക്കെ ഉണ്ടായിരുന്നു. റിച്ചസ്റ്റ് ആയിട്ടുള്ള രാജാക്കന്മാരായിരുന്നു. അപ്പൊ അവർക്ക് ഈ അമ്പലങ്ങളുടെ ഒക്കെ തന്നെ റെമനൻസ് ഉണ്ടെങ്കിലേ പള്ളി പണിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിന്റെ ഒരു സംശയമാണ്. എല്ലാവരുടെ ഉള്ളിൽ ഏകദേശം ആ ഒരു സംശയം ഉണ്ടായിരിക്കും. ഇനിയിപ്പം ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മുഗൾ രാജാക്കന്മാർ മുഴുവനായിട്ടും റിലീജിയസ് ടോളറന്റ് ആണ് എന്നാണ് ഹിസ്റ്ററി നമ്മളെ പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ മതേതരത്വം വെച്ച് പുലർത്തിയ രാജാവ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബർ ആണെന്നാണ് പറയുന്നത്. അക്ബറിന് മുൻപുള്ള രാജാക്കന്മാരൊക്കെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങൾ ഫോളോ ചെയ്തു പോകുന്ന രാജാക്കന്മാരായിരുന്നു എങ്കിൽ പോലും ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെയോ മറ്റു മതക്കാരെയോ ഒന്നും തന്നെ അവർ ഉപദ്രവിക്കാൻ പോയിട്ടില്ല. റിലീജിയസ് ടോളറന്റ് ആയിരുന്നു. മറ്റു മതങ്ങളുമായിട്ടൊക്കെയുള്ളൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഒഴിവാക്കി രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു ആ മുഗൾ രാജാക്കന്മാരൊക്കെ. ഇനി അക്ബറിന്റെ സമയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹാർമോണിയസ് ആയിരുന്നു. അദ്ദേഹം ഈ പീസിലും ഹാർമണിയിലും ഒക്കെ വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് മറ്റു മതക്കാർക്കൊക്കെ ഒരുപാട് ടാക്സ് അടയ്ക്കണമായിരുന്നു. നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർക്ക് ടാക്സ് അടയ്ക്കണമായിരുന്നു. ആ ടാക്സ് ഒക്കെ നിർത്തലാക്കിയത് ഈ അക്ബറാണ്. അതുകൂടാതെ തന്നെ മറ്റു മതങ്ങളിലുള്ള പുരോഹിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തി വലിയ സഭയൊക്കെ ചെയ്യുമായിരുന്നു. ആ സഭയിൽ ഒരുപാട് ഡിസ്കഷനും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്ന വ്യക്തിയാണ് ഈ അക്ബർ എന്ന് പറയുന്നത്. അക്ബറിന് ശേഷം വന്ന ജഹാംഗീർ അക്ബറിന്റെ അതേ പാത പിന്തുടരുന്ന രാജാവായിരുന്നു. അതിനുശേഷം ഷാജഹാൻ വന്നു. ഷാജഹാനും ഏകദേശം ഇതേ ഒരു പാത്ത് ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ മറ്റു മതക്കാരെ ഒന്നും അധികം ഉപദ്രവിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്തിരുന്ന രാജാവായിരുന്നില്ല ഷാജഹാൻ. പക്ഷെ ഔറംഗസേബിലേക്ക് വരുമ്പോൾ സംഗതി കുറച്ച് പ്രശ്നമാണ്. പുള്ളിക്കാരൻ കുറെ അമ്പലങ്ങളൊക്കെ തന്നെ തകർത്തിട്ടുണ്ട്, കുറെ ദ്രോഹങ്ങളൊക്കെ ഹിന്ദുക്കൾക്കൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മറ്റ് മുഗൾ രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ അവരുടെ സഭയിലേക്കൊക്കെ ഹിന്ദുക്കളെയൊക്കെ തന്നെ അഡ്മിനിസ്ട്രേഷന് നിയോഗിക്കുമായിരുന്നു. അവരെയൊക്കെ തന്നെ ഈ ഔറംഗസേബ് പിരിച്ചുവിട്ടു. ഔറംഗസേബ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങൾ ഫോളോ ചെയ്ത വ്യക്തിയായിരുന്നു. അതൊക്കെ പരത്തുമായിരുന്നു. ഈ അക്ബറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഫോഴ്സ്ഫുള്ളി ഈ ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഹിന്ദുക്കളെയൊക്കെ തന്നെ തിരിച്ച് അവരുടെ റിലീജിയനിലേക്കൊക്കെ തന്നെ പോകാൻ പ്രേരിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ അക്ബർ എന്ന് പറയുന്നത്. പക്ഷെ ഔറംഗസേബ് കുറെ ആൾക്കാരെ ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. അങ്ങനെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് കിടക്കുന്നു. ഇനി പോട്ടെ, ഈ ജമാ മസ്ജിദിന്റെ അടിയിൽ ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് തന്നെ അങ്ങ് വിചാരിച്ചോട്ടെ, അതവിടെ കിടന്നോട്ടെ. അത് കുത്തിപ്പൊളിച്ചുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം ഉണ്ടാകാനാണ്? ഈ പള്ളികളൊക്കെ തന്നെ തകർത്തിട്ട് അമ്പലം പണിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ?
ഇവിടെ മുഴുവനായിട്ട് അങ്ങ് അമ്പലങ്ങൾ പണിയുന്നതോടെ ഈ രാജ്യത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാകുമോ? ഒരിക്കലും പരിഹാരമാവില്ല. ഇവിടെയുള്ള അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതെയാകുമോ? ജോലി ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന യുവാക്കൾക്കൊക്കെ തന്നെ ജോലി കിട്ടുമോ? ഫുഡില്ലാതെ കഷ്ടപ്പെടുന്ന പോവർട്ടി അനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ 3 നേരം നല്ല രീതിയിൽ മൃഷ്ടാനമായിട്ട് ഫുഡ് കഴിക്കാനുള്ള ഇത് കിട്ടുമോ? ഇല്ലല്ലോ. ഇവിടെയുള്ള പാവങ്ങളുടെ ജീവിത നിലവാരം ഉയരുമോ? ഒന്നും ഉണ്ടാകുന്നില്ല. രാജ്യത്ത് കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കാതെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ഇനി പോട്ടെ, നിങ്ങൾക്ക് ഹിന്ദുക്കളുടെയൊക്കെ തന്നെ ഹിസ്റ്ററിയും ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പ്രിസർവ് ചെയ്യണമെന്ന് അത്രയ്ക്ക് ആഗ്രഹത്തോടു കൂടിയിട്ടാണ് നിങ്ങളൊക്കെ ഈ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ നിന്ന് ബ്രിട്ടീഷുകാർ പോയായിരുന്നല്ലോ. ബ്രിട്ടീഷുകാർ വെറും കൈയോടെ അല്ല പോയത്. ഒരുപാട് കോടിക്കണക്കിന് ബില്യൺസ് ഓഫ് രൂപയുടെ സ്വത്തുക്കളാണ് ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് ബ്രിട്ടീഷുകാർ പോയത്. അപ്പൊ ആ സ്വത്തുക്കളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒത്തിരി സാധനങ്ങൾ, അതിപ്പോൾ വിഗ്രഹങ്ങളായിക്കോട്ടെ, കിരീടങ്ങളായിക്കോട്ടെ, പിന്നെന്താ അങ്ങനെ ചെങ്കോലായിക്കോട്ടെ, അങ്ങനെ കുറേ സാധനങ്ങൾ ബ്രിട്ടീഷുകാർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ കയ്യിൽ ആ സാധനങ്ങളൊക്കെ ഉണ്ട്. അത്രയ്ക്ക് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഹിന്ദുക്കളെ അങ്ങ് പ്രിസർവ് ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് പ്രക്ഷോഭം ഉണ്ടാക്കും. ആ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് നമ്മൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് അതുകൊണ്ട് വലിയ ഉപകാരങ്ങളൊക്കെ ഉണ്ടാകും. അല്ലാതെ ഇവിടെ ഇപ്പോൾ ഹാർമോണിയസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയല്ല വേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. നമ്മുടെ രാജ്യത്ത് നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ രാജ്യത്തെ മുഴുവനായിട്ട് കൊള്ളയടിച്ചുകൊണ്ട് പോയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ തിരിച്ചു വാങ്ങിക്കാനാണ് നമ്മൾ ധൈര്യം കാണിക്കേണ്ടത്. അതിന് ധൈര്യമില്ല. ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറാനേ ഉള്ളൂ ധൈര്യം. അല്ലെന്നുണ്ടെങ്കിൽ മോസ്കുകളുടെയൊക്കെ തലയുടെ വണ്ടയ്ക്ക് കയറാനേ ഉള്ളൂ ധൈര്യം. അതൊക്കെ തല്ലിപ്പൊളിക്കണം, എന്നിട്ട് അമ്പലങ്ങൾ പണിയണം. അതാണ് ഇവരുടെ ആവശ്യം. വേറെ ഒന്നുമല്ല ആവശ്യം. സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്ത് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കുത്തിത്തിരിപ്പെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞില്ല, കുത്തിത്തിരിപ്പ് തന്നെയാണിത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ എന്തിന്റെ സോക്കേട, എന്തിന്റെ കൃമികടിയാ അതിനൊക്കെ? തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയതിൻ്റെയോ? ഒരു വിഷയവും ഇല്ലാതിരിക്കുന്ന സമയത്ത് വിഷയങ്ങൾ ഉണ്ടാക്കണം. ഇപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, പോവർട്ടി ഉണ്ട്. ഇവിടുത്തെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറി വരുന്ന സാഹചര്യങ്ങൾക്കൊന്നും തന്നെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ തന്നെ എല്ലാ രീതിയിലും പുരോഗമനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട് മാത്രം, ഇതാണ് നമ്മുടെ നാട്ടിലെ പുരോഗതി. ഇവിടെയുള്ള മോസ്കുകളൊക്കെ പൊളിക്കണം, എന്നിട്ട് അമ്പലം പണിയണം. അതാണ് പുരോഗതി. ഈ അമ്പലം പണിയുന്ന കാശൊക്കെ ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൂടെ? ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടെ? നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിയാം. ഭാവിയിലേക്ക് വലിയ വലിയ സയന്റിസ്റ്റുകളെ, വലിയ വലിയ ഡോക്ടർമാരെ, അങ്ങനെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ. ഒരു ബ്രെയിനുള്ള ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. പിന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുകൾ പണിയാം. ഇവിടെ പോപ്പുലേഷനിൽ നമ്പർ 1 ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. ഒത്തിരി ആൾക്കാർ ഹെൽത്ത് പ്രോബ്ലംസ് കൊണ്ട് ട്രബിൾഡ് ആണ്. അവർക്കൊക്കെ തന്നെ ചികിത്സ നൽകാം. ഈ അമ്പലങ്ങളൊക്കെ പണിയുന്ന പൈസ പോരെ അതിന്? ഈ വലിയ വലിയ എന്താ പറയുന്ന സ്റ്റാച്യൂസ് ഒക്കെ പണിയുന്ന പൈസ പോരെ അതിന്? അതിനൊന്നും വയ്യ. ഇതൊക്കെ തന്നെ കുത്തിത്തിരിപ്പാണ്. ഇവരെയൊക്കെ അടിച്ചോടിക്കണം ഈ നാട്ടിൽ നിന്ന്. അതാണ് വേണ്ടത്.